പക്ഷേ ഇറാനെ റീബിൽഡ് ചെയ്യാൻ ആര് പോകാനാ? ആരെങ്കിലും സഹായിക്കും? തുർക്കി മാത്രമേ ഉള്ളൂ ഇറാൻ്റെ കൂടെയല്ലേ. നമുക്ക് നിരുപാധികമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രായേലിൻ്റെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുക. ട്രംപ് പുട്ടിനെ വലിയ ഭ്രാന്തനാണ്. ഇയാൾ സൈക്കോസിസിൽ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ആളാണ്. പാകിസ്ഥാൻ ഭരണകൂടം ഒരിക്കലും ഇറാനോടൊപ്പം ചേരില്ല. കാരണം അവർക്ക് എണീറ്റ് നിൽക്കാൻ ജീവനുണ്ടെന്നുണ്ടെങ്കിലല്ലേ പിന്നെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. VK സിംഗ് ആണ് ആ ദൗത്യം ഏറ്റെടുത്തത്. വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ ചെയ്തപ്പം പാകിസ്ഥാനികൾ വരെ നമ്മളെ കപ്പലിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഇവിടെ നിന്നാണ് ഒരു പാകിസ്ഥാനിലോട്ട് പോകുന്നത്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. വീണ്ടും ഇസ്രായേൽ ഇറാൻ യുദ്ധം കനത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് യുദ്ധമായിട്ട് ഇറാൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം ആയി മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേലിന് നേർക്ക് ചില ബോംബാക്രമണങ്ങൾ ഒക്കെ നടന്നായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം എവിടേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പിന്നെ ആവനാടിയിലെ അവസാനത്തെ അമ്പും എടുത്ത് പ്രയോഗിക്കണം എന്നുള്ള അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, എങ്ങനെയും നിർത്തുക എന്നുള്ളതാണ്. അവരെ ഇനി മുന്നോട്ടുള്ള വഴി വളരെ ദുഷ്കരമാണ്. കാരണം പിന്നെ റീബിൽഡ് ഇറാൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നാൽ ഇപ്പോൾ ഇറാഖിനെ റീബിൽഡ് ചെയ്യുന്നതിനകത്ത് ലോകരാജ്യങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടായി. പക്ഷേ ഇറാനെ റീബിൽഡ് ചെയ്യാൻ ആര് പോകാനാ? ആരെങ്കിലും സഹായിക്കുക? പിന്നെ സൗദി സഹായിക്കുക, ബഹ്റിൻ സഹായിക്കുക, UAE സഹായിക്കുക, അമേരിക്ക സഹായിക്കുക? ആരും സഹായിക്കത്തില്ല. പിന്നെ ഇവർ കൂടെ കൊണ്ടു നടന്ന ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഇവരുടെ സഹായം കൊണ്ട് അവർ പിടിച്ചു ഹമാസും. അവർക്ക് ഇവരെ തിരിച്ച് സഹായിക്കാനൊന്നും കഴിയില്ല. ഇതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അവർക്കൊന്നും സ്വന്തമായിട്ടുള്ള ആയുധ നിർമ്മാണ ഫാക്ടറികളില്ല. ഇവരുടെ ആയുധമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറാൻ അവസാനത്തെ അമ്പും എടുത്ത് പ്രയോഗിക്കും എന്ന് പറയുമ്പോൾ തന്നെ എന്തമ്പ് അവരുടെ അടുത്ത് ഉള്ളേ എന്നുള്ളതാണ് വിഷയം. ആകെ പറ്റുന്ന കാര്യം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആണവായുധം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാനും ഇപ്പോൾ അതിന് വില്ലിങ് അല്ല എന്നുള്ളത് തോന്നും. മാത്രമല്ല ഇവരുടെ അടുത്ത് ഇപ്പം അങ്ങനത്തെ ഒരു കോപ്പും ഇല്ല എന്നുള്ളത് വളരെ കൃത്യം. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉപയോഗിക്കുന്ന മെഷീനുകൾ, അതേപോലെ തന്നെ അതിൻ്റെ സെൻട്രിഫ്യൂജുകൾ, ഈ പിന്നെ ആയുധ നിർമ്മാണത്തിന് വേണ്ട അതിൻ്റെ പാർട്സുകൾ, അത്തരം സംവിധാനങ്ങളെല്ലാം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അവർ അവകാശവാദം ഉന്നയിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാം. UN ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പിന്നെ Xൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണത്. അപ്പം കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ ആയുധം പ്രയോഗിക്കുന്നതാണ്. അവസാനം പ്രയോഗിക്കാനുള്ള ആയുധം ഇതായിരുന്നു. അതില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. പിന്നെ ഇപ്പോൾ ആയത്തുള്ള ഖൊമൈനി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിസംബോധന ചെയ്യുന്ന പോലും ലൈവായിരിക്കും ഞാൻ കരുതുന്നില്ല. തത്സമയ സംപ്രേഷണമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യും. ഇത് റെക്കോർഡ് ചെയ്തിട്ട് എറിയാനാണ് സാധ്യതയുള്ളത്. കാരണം ഏതോ എത്ര മീറ്റർ അടിയിലാണ്, ഭൂമിയുടെ എത്ര മീറ്റർ അടിയിലാണ് നിൽക്കുന്നതെന്നുള്ള നമുക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ബോംബിട്ടാൽ പോലും തകരാത്ത രീതിയിലുള്ള ബങ്കറിലായിരിക്കുമല്ലോ പോയി താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഇപ്പം. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ പോകുന്നതെന്ന് വെച്ചാൽ വലിയൊരു പിന്നെ പ്രതിസന്ധിയിലേക്ക് പോകും. സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ജാഗ്രതയോടുകൂടി കാണുന്നുണ്ട്. ഈ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇറാന് നേടാൻ സാധിച്ചിട്ടില്ല, അതോ സാധിച്ചിട്ടുണ്ടോ? തുർക്കി മാത്രമേ ഉള്ളൂ ഇറാൻ്റെ കൂടെയല്ലേ. തുർക്കി ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാന് അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് പിന്നെ പ്രൊവൈഡ് ചെയ്തൊരു രാജ്യം വാഗ്ദാനം കൊടുത്തത്. തുർക്കിയുടെ ട്രോണുകളാണ് ഇങ്ങോട്ട് വിട്ട് കളിച്ചത് അവർ. ചൈനയുടെയും തുർക്കിയുടെയും സാധനം. അപ്പം ചൈനയുടെ ചീറ്റി പോയി തുർക്കിയുടെ കുറച്ചൊക്കെ വീടും. പിന്നെ അപ്പം തുർക്കിയാണ് കൊടുത്തത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊരു പിന്നെ അതിസങ്കീർണമായ സാഹചര്യത്തെ അഭിമുഖീകരിച്ചിരുന്ന സമയത്ത് നമുക്ക് നിരുപാധിക പിന്തുണ പ്രൊവൈഡ് ചെയ്ത ഇസ്രായേൽ ഒരു വശത്ത്, നമ്മൾക്കെതിരെ ആദ്യം ലോകരാജ്യങ്ങളിൽ നിന്ന് പിന്നെ വി ആർ വിത്ത് പാകിസ്ഥാൻ എന്ന് പ്രഖ്യാപിച്ചത് തുർക്കി, പിന്നെ അസർബൈജാൻ. അപ്പോൾ ആ തുർക്കിയാണ് ഇറാൻ്റെ സഖ്യകക്ഷി എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യ പോലും ഇതിനകത്ത് ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം. ഇസ്രായേൽ നമ്മളോട് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പണ്ടത്തെ നമ്മളെ ചേരിചാരാനായ ഒന്നും അതൊക്കെ ഇനിയിപ്പോൾ പിന്നെ പെട്ടിയിൽ അടച്ചു വെക്കേണ്ട, അതൊക്കെ ഫ്രീസറിൽ കൊണ്ട് വെക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉക്രൈൻ റഷ്യയ്ക്ക് അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ അവിടെ രക്തസാക്ഷികളായ ആളുകളുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി അവരെ പിന്നെ കബറിടം സന്ദർശിച്ചു നരേന്ദ്രമോദി. പിന്നെ സെലൻസ്കി അന്ന് വളരെ വികാരഭരിതനായിരുന്നു. അടുത്ത ദിവസം റഷ്യയിൽ പോകുന്നു. മാത്രമല്ല ലോകത്ത് എല്ലാവരും അവർക്ക് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച സമയത്ത് അവരെ ക്രൂഡ് മേടിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ 10 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് വില പേശിയിട്ട് അതെല്ലാം മേടിച്ചു കൂട്ടി വീട് എത്തുമ്പോൾ വാഴ വിട്ടുക എന്ന് പറഞ്ഞ പരിപാടിയാണ്. പക്ഷേ എന്നാൽ തന്നെ ഇന്ത്യയെ പോലെ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെയുള്ള എനർജി സോഴ്സുകളില്ലാതിരിക്കുമ്പോൾ നമ്മളത് മേടിച്ച് നിൽക്കുമ്പം അത് നമ്മൾക്ക് പിന്നെ കരുതൽ ശേഖരത്തിൻ്റെ അളവ് കൂട്ടുമ്പം ഇപ്പം നോക്കിക്കോ, ഈ യുദ്ധം കുറച്ചുകൂടെ ഇതായി കഴിഞ്ഞാൽ സംഭവം ഇതിന് ഡിമാൻഡ് കൂടും, ഭയങ്കര പിന്നെ ചാർജ് കൂടും. നമ്മളിപ്പോൾ ഇറാഖ് യുദ്ധകാലത്ത് കണ്ടതാണ്. പിന്നെ ഈ ക്രൂഡ് ഇന്ത്യയിൽ പെട്രോളിന് വില വർദ്ധിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഇന്ത്യയിൽ കരുതൽ ശേഖരം മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് കരുതൽ ശേഖരം റഷ്യയുമായിട്ട് അതേ പറഞ്ഞത് അത് വീട് കത്തുമാഴ വിട്ടെന്ന് പറഞ്ഞാൽ അത് സാധനം മേടിച്ചു. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കി നിർത്താനും നമ്മളുടെ സാമ്പത്തികമായിട്ട് സ്ഥിരത കൈവരിക്കാനും വേണ്ടി ചെയ്തതാണ്. ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നത് ഇസ്രായേലിനോട് അനുകൂലമായിട്ടുള്ള സപ്പോർട്ട് എടുക്കേണ്ട ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ചേരിചാൻ
ചെരിചാല നയമൊക്കെ വലിച്ചു കീറി അങ്ങ് കളഞ്ഞിട്ട് അത് അന്ന് പിന്നെ നെഹ്റുവിൻ്റെ അന്നത്തെ കാലത്ത് എടുത്ത സ്റ്റാൻഡിനെ കുറ്റം പറയുന്നൊന്നുമില്ല. അന്ന് അങ്ങനെ പോയെ. പക്ഷേ ചെരിചാല നയത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പോലും സോവിയറ്റ് യൂണിയൻ നമുക്ക് ബാക്ക് ബോണായിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് പാകിസ്ഥാൻ്റെ കൂടെ മറ്റൊരു നിന്നു, അമേരിക്ക നിന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ സിനാറിയോ ആകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യ എടുക്കേണ്ടത് പോലും അല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം ഈ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇറാനെതിരായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ അവസരത്തിലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ പറ്റി അല്ലെങ്കിൽ ഇസ്രായേൽ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാന് മേൽ ആക്രമണം ചുരുക്കുകയാണ്, ഇനി ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ വാർത്തകൾ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾ അതിനെ എതിർക്കാൻ കാരണം എന്താ? ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വർഗീയ കാർഡ് ഇറക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്, കോൺഗ്രസ്സുകാരോ മറ്റോരോ BJP പറയും സ്വാഭാവികമായും അവർക്ക് ദേശീയ താല്പര്യം വെച്ചിട്ട്. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വേറൊരു പാർട്ടിക്കാർ ഉത്തരവാദിത്വം ഇല്ലാതെ പറഞ്ഞില്ല. തെമ്മാടി രാജ്യം എന്ന് ഇസ്രായേലിനെ വിളിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു നേഴ്സിനെ തീർത്തത് ഇറാൻ്റെ പിന്നെ ആയുധം വെച്ചിട്ടാണ്. പാകിസ്ഥാനോടൊപ്പം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പറഞ്ഞത് തുർക്കിയാണ്. തുർക്കിയും ഇറാനും അടുത്ത സഖ്യകക്ഷികളാണ്. നമുക്ക് നിരുപാധികമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രായേലിൻ്റെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുക. എന്തൊരു വൈരുദ്ധ്യമാണെന്നുള്ളതായിരിക്കും. ഇവരെന്ന് വെച്ചാൽ മത കാർഡ്, വർഗീയ കാർഡ് ഇറക്കി കളിക്കാനുള്ളതാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് കണ്ടാൽ തന്നെ ലോക മുസ്ലിങ്ങൾ, സമാധാനം ആഗ്രഹിക്കുന്ന ലോക മുസ്ലിങ്ങൾ, യമൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ എത്ര മനോഹരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യം. ആൾക്കാർ അവിടെ നിന്ന് എല്ലാവരും പിന്നെ നമ്മളവിടെ നിന്നുള്ള കംപ്ലീറ്റ് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തില്ലേ. ഇപ്പോൾ അവിടെ ആകെയുള്ള പിന്നെ മര്യാദയ്ക്ക് നിൽക്കുന്നത് നിമിഷപ്രിയ മാത്രമേ ഉള്ളൂ. അത് ജയിലിലായതുകൊണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉക്രൈൻ വാറിലാണെങ്കിലും യമനിലെ ആഭ്യന്തര സംഘർഷം വന്നപ്പോഴൊക്കെ നമ്മളെ ഇവാക്യുവേഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ അന്ന് നമ്മുടെ പിന്നെ സുഷമാ സ്വരാജിൻ്റെ കൂടെ വിദേശകാര്യ വകുപ്പ് സുഷമാ സ്വരാജ് കൈകാര്യം ചെയ്യുമ്പം അവരുടെ സഹമന്ത്രിയായിരുന്ന ആളുടെ പേരെനിക്ക് കിട്ടുന്നില്ല, പഴയ പിന്നെ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി നേരിട്ട് ചെന്ന് അവിടെ നിന്ന് ഷിപ്പിലാണ് ആൾക്കാരെ കയറ്റി. VK സിംഗ്, യെസ്, ജനറൽ VK സിംഗ് ആണ് ആ ദൗത്യം ഏറ്റെടുത്തത്. വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തു. നമ്മൾ ചെയ്തപ്പം പാകിസ്ഥാനികൾ വരെ നമ്മളെ കപ്പലിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഇവിടെ നിന്നാണ് ഒരു പാകിസ്ഥാനിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ഇറാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഒരു നിലപാട് നമ്മൾ ഇവാക്വേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരെ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. അവരെ പിന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. ഒത്തിരി ഇന്ത്യക്കാർ ഇറാനകത്തുണ്ട്. ഇസ്രായേലിലുള്ളവരെ പിന്നെ ഇപ്പം നമ്മൾ അങ്ങനെ രക്ഷാദൗത്യത്തിലേക്ക് പോകേണ്ടതില്ല. അവർ ചിലപ്പോൾ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും അത്രയും വലിയ കടുത്ത ആശങ്കയൊന്നുമില്ല. കാരണം അവർ മുന്നറിയിപ്പ് കൊടുത്തു, പിന്നെ അവർ മോക്ക് ഡ്രിൽ നടത്തി, അവരാളുകൾക്ക് വേണ്ട എല്ലാവർക്കും എല്ലാ വീട്ടിലും ബങ്കറുള്ള സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ. വേണ്ട ഭക്ഷണം വെക്കാനും ബാക്കിയുള്ളതിനൊക്കെയുള്ള സൗകര്യമുള്ള പിന്നെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ ഇത് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ട്രംപ് അന്ത്യശാസനം കൊടുത്തതാണ്. ട്രംപ് പുട്ടിനെ വലിയ ഭ്രാന്തനാണ്. ഇയാൾ സൈക്കോസിസിൽ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ആളാണ്. ഈ ചങ്ങായിക്ക് വേണമെങ്കിൽ പിന്നെ ചിലപ്പോൾ പിന്നെ വൈകുന്നേരം 2 സ്മോൾ അടിച്ചിരിക്കുന്ന നേരത്ത് അപ്പോൾ വേണമെങ്കിൽ വിളിച്ച് പറയും എല്ലാ ആർമി ബേസിൽ നിന്ന് സാധനം പോകാൻ പറയും. ട്രംപിനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ട്രംപിന് എപ്പോഴാണോ വട്ട് മൂക്കുന്നത് ആ സമയത്ത് കയറി അടിക്കാൻ പറയും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ പിന്നെ ഫിനിഷ്ഡ് അല്ലേ. അങ്ങനെയുണ്ടല്ലോ, ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തുർക്കി ഒഴിച്ച് ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കൂടെ നിന്നിരുന്നത് സിറിയയായിരുന്നു. സിറിയയിൽ ഇപ്പോൾ ആഭ്യന്തര സംഘർഷം വന്നതിന് ശേഷം സിറിയയിൽ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് പിന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരുപാട് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ്, പെട്രോളിയം ഉൽപ്പാദനമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. മൈനിങ് ഉൾപ്പെടെയുള്ള റിഗുകളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷമുണ്ടായാൽ, നാശമുണ്ടായാൽ അതിൻ്റെ ഒരു ഫലം ലഭിക്കുക ആർക്കായിരിക്കും? അതിൻ്റെ ഫലം ലഭിക്കുന്നത് സൗദി അറേബ്യ, UAE, ഇസ്രായേൽ, ലെബനൻ, യമൻ, ബഹ്റിൻ ഒക്കെ അതിൻ്റെ ഫലം ലഭിക്കും. ഇവരെല്ലാം അതിൻ്റെ ബെനിഫിഷ്യറീസാണ്. കാരണം ഇവന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പടക്കം വിട്ടുകൊണ്ടിരിക്കില്ലേ. ഈ യമനിൽ നിന്നും ഇവിടുന്നൊക്കെ പടക്കം വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ലെബനൻ വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന രാജ്യമാണ്. ലെബനനിൽ അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതോടൊപ്പം ജൂതന്മാരും താമസിച്ചിരുന്ന രാജ്യമാണ്. നമ്മൾ ബൈബിളിനകത്തും ഖുറാനകത്തൊക്കെ വളരെ വിശുദ്ധ പിന്നെ മണ്ണായിട്ട് അറിയപ്പെടുന്ന രാജ്യം അവിടെ. കാരണം എൻ്റെ കൂടെ പിന്നെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള പലരും അവിടെ നിന്നുണ്ടായിരുന്നു, ലെബനൻസ് ഉണ്ടായിരുന്നു. അത്രയൊരു സൗണ്ട് ഹിസ്റ്ററിയുള്ള ഒരു നാടിനെ കൊണ്ടിരുന്നു നാശമാക്കുന്നത് ഇവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ്, ഞാൻ പറഞ്ഞല്ലോ, തുർക്കി ഒഴിച്ച് എല്ലാവരുടെയും ആഗ്രഹം. പാകിസ്ഥാനിലും കുറച്ച് ഷിയാക്കളുണ്ട്, അവർക്കും ഇറാനോട് താല്പര്യം ഉണ്ടാകും. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടം ഒരിക്കലും ഇറാനോടൊപ്പം ചേരില്ല. കാരണം അവർക്ക് എണീറ്റ് നിൽക്കാൻ ജീവനുണ്ടെന്നുണ്ടെങ്കിലല്ലേ പിന്നെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആകെ പിന്നെ നടക്കാൻ കെൽപ്പില്ലാതിരിക്കുക പാകിസ്ഥാൻ. മുടങ്ങിയാണ് നടക്കുന്നത്. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം കണ്ടതാണ്. പിന്നെ അവരാരെയാണ് വെല്ലുവിളിക്കാൻ പോകുന്നത്? ഒന്നുമില്ല, അവരവിടെ അടങ്ങിയിരിക്കും. അവരടുത്ത് പിന്നെ സംഭവം അവരടുത്ത് പിന്നെ ആറ്റമിക് ബോംബ് ഉണ്ടാവും എന്നുള്ള സാധനം, ആണവായുധമൊക്കെ ഉണ്ടായിരിക്കും. ഇറാനടുത്ത് അല്ല,
ഇറാനടുത്തൊരു കോപ്പുമില്ലെന്ന്, ഇറാനടുത്തൊരു കോപ്പില്ല. കാരണം അവർ, ഞാൻ പറഞ്ഞല്ലോ, അവരടുത്ത് ഉണ്ടായിരുന്നതെല്ലാം തീർത്തു. യുറേനിയം സ്റ്റോക്കും പിന്നെ ഇതിൻ്റെ ഈ സെൻട്രിഫ്യൂജ് സംവിധാനങ്ങളും ഇതെല്ലാം തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാക്കണ്ടേ? പിന്നെ ഉണ്ടാക്കാനുള്ള സയൻറ്റിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാത്തിനെയും നേരെ പിന്നെ 72 ഹൂറിമാരുടെ കൂടെ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ പിന്നെ ഇവർ എന്ത് ചെയ്യുന്ന പറയണേ, ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കയ്യിലുള്ള ആയുധശേഖരം കഴിയുന്നിടം വരെ ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ എന്താ വെച്ചാൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഇപ്പോൾ പട്ടിണിയിലായി. കാരണം ഇവരാണ് രാവിലെ ചായ കുടിക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ കളിക്കൊപ്പം വെച്ച് ആക്രമിക്കാനുള്ളത് അവരിപ്പോൾ കുടുങ്ങും. ഇപ്പം തിരിച്ച് ഹൂതികൾ പിടിച്ചടക്കിയ പ്രദേശം ഇത് ഇറാൻ തീർന്നു കഴിഞ്ഞാൽ, ഇറാനിലെ ആയത്തുള്ള ഖൊമേനിയുടെ കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചാൽ ഇത് മുന്നോട്ട് പോയാൽ ഇവിടെ വെച്ച് അവർ സറണ്ടർ ചെയ്താൽ ഓക്കെ. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാനെ തകർക്കുകയൊന്നുമല്ല, ഈ പിന്നെ അവർ ആണവായുധം നിർമ്മിക്കാനുള്ള കെൽപ്പില്ലാതാക്കുക എന്നുള്ളത്. അത് കാരണം അവർ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഭ്രാന്തന്മാരാണ്, ഏത് സമയത്തും മണി എടുത്തിട്ട് പൊട്ടിക്കും. നമ്മൾ വെടിവെക്കുന്ന പോലെയുള്ള അവർക്ക് ബോംബ് പൊട്ടിക്കാനും തോന്നിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സാധനം ഉണ്ടെങ്കിൽ ഇതിനു മുമ്പേ അവർ പൊട്ടിച്ചിട്ടുണ്ടാവും, പലയിടത്തും സൗദിയിലും കൊണ്ടുപോയിട്ടുണ്ടാവും അവർ. അപ്പോൾ അങ്ങനെയുള്ള ഇത് തകർക്കുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. പക്ഷേ ഇവർ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവും. ഇത് ശരിയായി കഴിഞ്ഞാൽ ഹൂതികളുടെ കേന്ദ്രങ്ങൾ മുഴുവൻ യമനകത്ത് വീണ്ടും ആഭ്യന്തര സംഘർഷം പോവും. അവർ കൈയടക്കി വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ ശരിയാക്കി കളയും. അവിടെ പിന്നെ സമാധാനപൂർവ്വമായ ഒരു ജീവിതം യമനിലെ സാധാരണ മനുഷ്യർക്കും പാവപ്പെട്ടവർക്കും കൂടെ സാധ്യമാവും എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്.